ഗേയം സുഗീതം കഥരാഘവേയം കർത്താവു തുഞ്ചത്തുളവായ ദിവ്യൻ ചൊല്ലുന്നതോ ഭക്തിമയസ്വരത്തിൽ ആനന്ദലബ്ധിക്കിനിയെന്തു വേണ്ടു. രാമായണം ജീവാമൃതം. ഇന്ന് കർക്കടകം 3. എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിനെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത്. എഴുത്തച്ഛൻ്റെ രാമായണം കിളിപ്പാട്ട് ഇത്രയും പ്രചാരത്തോടുകൂടി ജനമനസ്സുകളിലെത്താൻ വേറൊരു കാരണം കൂടിയുണ്ട്. അതിൻ്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത് എഴുത്തച്ഛൻ സ്വീകരിച്ച ഭാഷാശൈലി തന്നെയാണ്. എഴുത്തച്ഛൻ്റെ കൃതികളിലൂടെയാണ് നിലവാരപ്പെട്ട ഒരു ശൈലി മലയാള ഭാഷയ്ക്ക് കൈവന്നത്. 4 നൂറ്റാണ്ടുകളോളമായിട്ടും ആ ശൈലി മാറ്റമൊന്നും കൂടാതെ ഇന്നും തുടർന്നു പോരുന്നു. ഭാവാനുഗുണമായി ലാളിത്യവും മാധുര്യവും പ്രസാദവും ഓജസ്സും അതാത് സന്ദർഭങ്ങളിൽ പ്രസരിപ്പിക്കുന്ന ആ ശൈലിയും അതോടൊപ്പം കവിതാരചനയ്ക്ക് എഴുത്തച്ഛൻ സ്വീകരിച്ച വൃത്തങ്ങളുമെല്ലാം അദ്ദേഹത്തിൻ്റെ കൃതികൾ ജനപ്രീതി നേടാൻ വളരെ പ്രയോജനകരമായി. മാത്രമല്ല, ഒരു കാര്യം കൂടി പറയാതിരിക്കാൻ വയ്യ. ഇന്ന് സാക്ഷരതയുടെ കാര്യത്തിൽ 100% വിദ്യാഭ്യാസത്തിൽ നമ്പർ 1 എന്നൊക്കെ പറയുമ്പോഴും രാമായണത്തെ നെഞ്ചോട് ചേർത്ത് നടന്നവർ രാമായണം വായിച്ചതുപോലെ ഇന്നത്തെ തലമുറയ്ക്ക് മലയാളം വായിക്കാനും എഴുതാനും സംസാരിക്കാനും സാധിക്കുന്നില്ല എന്നതും ഭാഷാസ്നേഹികൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. എന്തിൻ്റെ പേരിലായാലും കിളിപ്പാട്ടും കൃഷ്ണഗാഥയുമൊക്കെ നമ്മുടെ പാഠ്യപദ്ധതിയിൽ നിന്നും എന്ന് നിരസിക്കപ്പെട്ടുവോ അന്നു മുതൽ മലയാള ഭാഷയും അന്യാധീനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പാടത്തും പറമ്പത്തും പണിയെടുക്കുന്നവർ പോലും രാമായണം വായിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഇന്ന് ഉന്നത വിദ്യാഭ്യാസം നേടിയ എത്ര പേർ നിരർഗളമായി കിളിപ്പാട്ട് വായിക്കും എന്നത് ആലോചിക്കപ്പെടേണ്ട വിഷയമാണ്. ഒരു കാലഘട്ടത്തിൽ കേരളക്കരയാകെ മുഴങ്ങിക്കേട്ടിരുന്ന രാമായണത്തിൻ്റെ ശീലുകൾ കേൾക്കാൻ ഇന്ന് കർക്കടകം വരെ കാത്തിരിക്കണം. ചെറിയ ക്ലാസ്സുകൾ മുതൽ രാമായണത്തിൻ്റെ ശീലുകളിലൂടെ മലയാള ഭാഷയുടെ ശൈലി കൂടി മനസ്സിലാക്കിയ ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് അതെല്ലാം പരിഷ്കാരത്തിൻ്റെ പേരിൽ എടുത്തു മാറ്റിയപ്പോൾ നഷ്ടം സംഭവിച്ചത് മലയാള ഭാഷയ്ക്കും ഇന്നത്തെ തലമുറയ്ക്കുമാണ്. കർക്കിടകത്തിൽ രാമായണം മഴക്കെടുതിയെ മറക്കാനും വിശപ്പ് മാറ്റാനും പഴയ തലമുറ ചൊല്ലിയിരുന്ന ആ ഒരു സ്ഥിരം ശൈലി നമുക്ക് കേട്ട് കേൾവിയുള്ളതാണ്. ഏത് ജീവിക്കും ഏറ്റവും സ്നേഹം അവനവനോട് തന്നെയാണ്. മനുഷ്യനും അതുതന്നെയാണ് അവസ്ഥ. പക്ഷേ താൻ അല്ലാതെ ഏതെങ്കിലും ഒന്നിനെ ഇഷ്ടപ്പെടുമ്പോഴേ ജീവിതത്തിൽ സ്ഥായിയായ സന്തോഷമുണ്ടാവുകയുള്ളൂ. ആ ഇഷ്ടത്തിന് ആഴം കൂടുന്തോറും സന്തോഷവും വർദ്ധിക്കും. ഈ സന്തോഷം ഏതു ത്യാഗവും ചെയ്യാൻ നമ്മെ സന്നദ്ധരും ശക്തരുമാക്കും. പ്രിയപ്പെട്ട ആൾക്കോ കാര്യത്തിനോ വേണ്ടി ജീവൻ വരെ അർപ്പിക്കാൻ അപ്പോൾ നാം തയ്യാറാവും. അമ്മയ്ക്ക് കുട്ടിയോടുള്ള സ്നേഹത്തിന് നാം വാത്സല്യമെന്ന് പറയും. ചങ്ങാതിമാർ തമ്മിലുള്ളത് സൗഹൃദമെന്നും
കുടുംബത്തോടോ സമൂഹത്തോടോ ദേശത്തിനോടോ ഉള്ളതിന് കൂറ് എന്നും പറയും. ഇതൊക്കെ മനുഷ്യ സഹജമാണ്. ദൈവത്തോടാണെങ്കിൽ ഇതിൻ്റെ പേര് ഭക്തി എന്നാണ്. ഇങ്ങനെയൊരു വികാരം ഭഗവാനോട് വേണോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. പക്ഷേ ഒരു കാര്യം തീർച്ചയാണ്, എന്തിനോടായാലും ആരോടായാലും സ്നേഹവും വിശ്വാസവും നമുക്ക് സന്തോഷവും രക്ഷാബോധവും തരുന്നു എന്നത് ഒരു അനുഭവ സത്യമാണ്. ആരെയും ഒന്നിനെയും സ്നേഹിക്കാത്ത ഒരാൾ എന്തിനു ജീവിക്കണം? കർക്കടക മാസത്തിലെ രാമായണം വായനയിലൂടെ സാധിക്കുന്നത് ഈശ്വരനോടുള്ള സ്നേഹം ഊട്ടി ഉറപ്പിക്കുന്നതിലാണ്. കർക്കടകം പൊതുവെ ഇല്ലായ്മയുടെയും വല്ലായ്മയുടെയും കാലമാണല്ലോ. രോഗങ്ങളുടെയും മരണത്തിൻ്റെ കൂടിയും. സൂര്യപ്രകാശം വിരളമാകുകയും ശീതം കുടിയേറുകയും മഴ മാറാവ്യാധിയാകുകയും വറുതി വാതിക്കൽ ദുർമുഖം കാട്ടുകയും ചെയ്യുമ്പോൾ ഒറ്റപ്പെടലിൻ്റെയും അനാഥത്വത്തിൻ്റെയും ഉത്പന്നമായ ഭീതി ഉണ്ടാവുന്നു. എല്ലാം നിയന്ത്രിക്കുന്ന ഒരു ശക്തിക്ക് സ്വയം സമർപ്പിച്ച് അഭയം തേടുകയാണ് അപ്പോൾ പ്രയോഗിക്കാനുള്ള ഒരു വിദ്യ. ഉറക്കെയുള്ള വായനയിൽ വാവിട്ട് കരയുന്നതിലെ ഒരാശ്വാസവും കൂടിയുണ്ട്. വായിക്കാനുള്ളത് ഈണത്തിലും താളത്തിലും ആലപിക്കുന്നതാണെങ്കിൽ വിശേഷിച്ചും നന്നായി. അതൊരു കഥയുടെ രൂപത്തിലാണെങ്കിൽ താല്പര്യം കൂടുകയും ചെയ്യും. ആ കഥ അധികാരത്തിൻ്റെയും വ്യവസ്ഥിതിയുടെയും അനീതിക്കെതിരെ പടപൊരുതുന്ന ഒരാളുടെ കഥയുമാണെങ്കിൽ വള്ളത്തോൾ പറഞ്ഞതുപോലെ ആനന്ദലബ്ധിക്ക് ഇനി എന്തു വേണ്ടു.